വെൽക്കം ടു ആഷ്യൻ ക്രിയേറ്റീവ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ 3 ഹിഡൻ ട്രിക്സിനെ കുറിച്ചാണ്. മൾട്ടി വ്യൂ, റിപ്പീറ്റ് ട്രാൻസ്ഫോം, റൊട്ടേറ്റിംഗ് ബ്രഷ്. ഈ 3 ട്രിക്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മൾട്ടി വ്യൂ എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 2 വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, 1 എഴുതിയതും 2 എന്ന് എഴുതിയതും. അപ്പോൾ നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ 2 വിൻഡോകൾ ഒപ്പം എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം വിൻഡോയിൽ പോവുക, അറേഞ്ച് പോവുക. ഒരു ഡോക്യുമെൻറ്റിൽ 2 വിൻഡോ ഒപ്പം തുറക്കണമെങ്കിൽ 2 അപ്പ് ഹൊറിസോണ്ടലുണ്ട്. ഇനി വെർട്ടിക്കൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ 2 വിൻഡോകൾ ഓപ്പൺ ആക്കി. ഇതിപ്പോൾ ഉള്ളത് ഹൊറിസോണ്ടലാണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ ആക്കണമെങ്കിൽ വിൻഡോയിൽ പോയി 2 അപ്പ് വെർട്ടിക്കൽ എന്ന് കൊടുത്താൽ എന്താ വെർട്ടിക്കലായിട്ട് നമുക്ക് വിൻഡോ ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി 3 വിൻഡോകളുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ഒരു വിൻഡോ എടുത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇപ്പോൾ 3 വിൻഡോകളായിട്ടുണ്ട്. 1 എഴുതിയതുണ്ട്, 2 എഴുതിയതുമുണ്ട്, 3 എഴുതിയതുമുണ്ട്. അപ്പോൾ നമുക്ക് 3 വിൻഡോകൾ ഒരു ഡോക്യുമെൻറ്റിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ 2 വിൻഡോകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വന്നത് 2 അപ്പ് ഹൊറിസോണ്ടലും 2 അപ്പ് വെർട്ടിക്കലുമാണ്. ഇപ്പോൾ 3 വിൻഡോകൾ ഓപ്പൺ ആണ്. അതുകൊണ്ട് ഇവിടെ 3 അപ്പ് ഹൊറിസോണ്ടലുണ്ട്, 3 അപ്പ് വെർട്ടിക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് 3 അപ്പ് വെർട്ടിക്കൽ നോക്കി വെക്കാം. ഇപ്പോൾ 3 വിൻഡോ ഒരു ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി 4 വിൻഡോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നോക്കിയിട്ട് ഈ 4 വിൻഡോകളും ഒറ്റ ഡോക്യുമെൻറ്റിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും വെക്കുക. ഇത് ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ വന്ന് 4 അപ്പ് ഉണ്ട്. ഇനി 6 അപ്പ് ആണെങ്കിൽ അതിനിപ്പോൾ 6 വിൻഡോകളില്ല. ഇപ്പോൾ 4 വിൻഡോകളുണ്ട്. 4 അപ്പ് കൊടുത്താൽ 4 വിൻഡോകൾ ഒറ്റ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓരോ വിൻഡോവും ഒന്ന് സൂം ചെയ്തതും അടുത്ത വിൻഡോ സൂം ഇന്നാക്കിയതും അടുത്തത് കുറച്ച് സൂം ആക്കിയതും അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് വിൻഡോകളെ അറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ട്രിക്കാണ് റിപ്പീറ്റ് ട്രാൻസ്ഫോം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുകളിലൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് നീക്കിയ ശേഷം നമ്മൾ Ctrl+Shift+T എന്ന് നോക്കിയാൽ അവിടെ റിപ്പീറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യണതാണ്. അതാണ് രണ്ടാമത്തെ ട്രിക്ക്. ഈ ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് അപ്പുറത്തേക്ക് നീക്കിയതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിന് ശേഷം Ctrl+Alt+Shift+T എന്ന് നോക്കിയാൽ അവിടെ റിപ്പീറ്റായിട്ട് എന്താവും, ഈ ട്രയാങ്കിൾ വരും. അങ്ങനെ റിപ്പീറ്റായി ട്രയാങ്കിൾ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് രണ്ടാമത്തെ റിപ്പീറ്റ് ട്രാൻസ്ഫോം എന്ന ട്രിക്ക്. മൂന്നാമത്തെ ട്രിക്ക് ബ്രഷ് ടൂള് റൊട്ടേറ്റ് ചെയ്യണതാണ്. ബ്രഷ് ടൂൾ എടുക്കുക, എന്നിട്ട് ഇവിടെ സൺസെറ്റിൻ്റെ ഒരു വാൾപേപ്പർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ക്ലൗഡ് വരുന്നുണ്ട്. ഇനി ഈ ക്ലൗഡിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോ കീ ലെഫ്റ്റോ റൈറ്റോ ആരോ കീ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഷിഫ്റ്റ് പിടിച്ചിട്ട് ലെഫ്റ്റോ റൈറ്റോ ആരോ കീ നക്കിയാൽ ഒരു 15 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബ്രഷ് ടൂളിനെ സുഖമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വരക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയി ബ്രഷ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു പാനൽ വരുന്നതാണ്. ബ്രഷ് സെറ്റിങ്സ് എന്നുള്ള പാനൽ വന്നതിന് ശേഷം ആംഗിൾ ജിറ്റർ എന്ന ഓപ്ഷന് 0യിലാണ് കിടക്കുന്നത്. അത് 10ലേക്ക് നമ്മൾ നീക്കുക. അതിനുശേഷം നമ്മൾ ബ്രഷ് ഒന്ന് അപ്ലൈ ചെയ്താൽ അതിനുശേഷം ഓട്ടോമാറ്റിക്കായി തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഫോട്ടോഷോപ്പിൻ്റെ 3 ഹിഡൻ ട്രിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.